ഹലോ, നമസ്കാരം. കുറച്ചു പേര് ആള് മാറിയിട്ടാണോ എന്നറിയത്തില്ല. എനിക്ക് 2 ദിവസമായിട്ട് ഉണ്ട കണ്ണും തള്ളിപ്പിടിച്ച് ഒരു പെൺകുട്ടിയും മാരാരെ പറ്റി പറയുന്ന ഒരു വീഡിയോ എനിക്കിങ്ങനെ അയച്ചു തന്നിട്ട് മറുപടി കൊടുക്കും മാരാരെ എന്ന് പറഞ്ഞിട്ട് 1000 മെസ്സേജുകളെങ്കിലും അല്ല എനിക്ക് 2 ദിവസമായി വന്നിട്ടുള്ളത്. അപ്പൊ എനിക്ക് തോന്നുന്നത്, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് ആള് മാറിയതാണ്. ഈ ഉണ്ടക്കണ്ണ് തള്ളിപ്പിടിച്ച് ഇങ്ങനെ അതെനിക്ക് തോന്നുന്നു എന്തോ കണ്ട് പേടിച്ചതാണെന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ അഖിൽ മാരാറിനോട്, മാരാറ് കൊട്ടിയാൽ മാക്രി അറിവായിരിക്കും, പക്ഷെ അഡ്വക്കേറ്റ് ശൈത്യ അറിയത്തില്ല. മാരാർ ഇരിക്കുന്ന തട്ട് താണേ ഇരിക്കത്തുള്ളൂ എന്ന് മാരാറിന്റെ ഫാൻസുകളൊക്കെ എപ്പോഴും പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷെ ഗെയിമർ തൊപ്പിയുടെ മുമ്പിൽ മാരാറിന്റെ തട്ട് എത്രത്തോളം താണെന്ന് നമ്മൾ എല്ലാവരും കണ്ടതാ. അഖിൽ മാരാർ അദ്ദേഹം ആരാണെന്നാണ് അദ്ദേഹത്തിന്റെ വിചാരം. ആക്ച്വലി ഇപ്പൊ ശൈത്യ സന്തോഷിനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നുണ്ട്. അതായത് അവര് BBC7 ഒരു കണ്ടസ്റ്റന്റ് ആണ്. അവര് കട്ടപ്പ എന്ന് പറഞ്ഞ ഒരു പേരിട്ട് അവരെ ആൾക്കാർ വിളിക്കുന്നു. അനുമോൾക്കെതിരെ എന്താണ് പ്രവർത്തിച്ചത് ഇന്നും അനുമോൾ തുറന്നിട്ടില്ല. ആ ഒരു മിനിമം ബോധമെങ്കിലും കാണിച്ചുകൂടെ അഖിലെ നിങ്ങൾക്ക്? ആരാർക്ക് ഇതിൽ എന്താണ് കാര്യമെന്ന് ചോദിച്ചാൽ എനിക്കറിഞ്ഞുകൂടാ. പിന്നെ അയാളുടെ സ്റ്റാൻഡേർഡ്, അയാളോട് കുറച്ചൊക്കെ ബഹുമാനം ഉണ്ടായിരുന്ന വ്യക്തിയാണ് ഞാൻ. പക്ഷെ ഇപ്പൊ വന്നിരുന്ന് ലൈവിൽ ഇരിക്കുന്നത് തന്തയ്ക്കും തളയ്ക്കും വിളിക്കാൻ വേണ്ടി മാത്രമാണെന്ന് തോന്നിപ്പോ അഖിൽമാരെ. കാരണം ബിഗ് ബോസ് സീസൺ 7 വിജയി അനുമോൾക്ക് PR പിന്തുണയുണ്ടെന്ന ആരോപണമായിട്ട് വീണ്ടും രംഗത്തെത്തിയ ശൈത്യ സന്തോഷിന് മറുപടിയുമായിട്ടാണ് ബിഗ് ബോസ് സീസൺ 5 മത്സരാർത്ഥിയും വിജയിയുമായ നമ്മുടെ അഖിൽ മാരാർ രംഗത്ത് വന്നത്. സോഷ്യൽ മീഡിയയിലൂടെയായിരുന്നു മാരാറിന്റെ പ്രതികരണം. കഴിഞ്ഞ ഞായറാഴ്ചയാണല്ലോ ബിഗ് ബോസ് സീസൺ 7 തിരശ്ശീല വീണത്. ഇതിന്റെ പിന്നാലെയാണ് അനുമോളുടെ വിജയം എന്ന് പറയുന്നത് PR പിന്തുണയോടെയാണ് മത്സരിച്ചതെന്നുള്ള തരത്തില് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായിട്ട് പ്രചരിക്കുന്ന കമന്റുകൾക്ക് ശൈത്യ പിന്തുണ നൽകിയത്. കൂടാതെ റീ എൻട്രിയിലൂടെ വന്നവർ വിജയെ പ്രൊമോട്ട് ചെയ്യുകയാണെന്ന് സൂചിപ്പിച്ച് അഖിൽ മാരാർ നടത്തിയ പരാമർശങ്ങളെ ശൈത്യ പരിഹസിച്ചിരുന്നു. എല്ലാവർക്കും നമസ്കാരം. അപ്പൊ ബിഗ് ബോസ് സീസൺ 7 കപ്പ് വാങ്ങിക്കൊടുത്ത PR ദിനസാറിനും ടീമുകൾക്കും എന്റെ അഭിനന്ദനങ്ങൾ. പിന്നെ ബിഗ് ബോസ് ഹൗസിന്റെ ഉള്ളിൽ ഞാൻ കയറിയതിനു ശേഷം 3ാമത്തെ ദിവസം ഞാൻ അറിയാതെ എന്റെ അച്ഛന്റെ കയ്യിൽ നിന്ന് 1.5 ലക്ഷം രൂപ വാങ്ങിച്ച് സോഷ്യൽ മീഡിയയിൽ എനിക്ക് എന്തോ വലിയ റീച്ചൊക്കെ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ് PR പണി എടുക്കാമെന്ന് പറഞ്ഞിട്ട് ദിനസാറ് PN പണിയാണ് തന്നത്. പക്ഷേ ഈ റീ എൻട്രിക്ക് പോയ സമയത്ത് 1.5 ലക്ഷത്തിന് പകരം 15 ലക്ഷം രൂപയുടെ പണി ഞാൻ ദിനസാറിനെ കൊണ്ട് എടുപ്പിച്ചിട്ടുണ്ട്. ആ പണിയിൽ കൂട്ടുനിന്ന, അല്ലെങ്കിൽ എന്നെ ഇത്രയും റീച്ചും ഇത്രയും ഫേമസും ഇത്രയും വൈറലാക്കി തന്ന ദിനസാറിന്റെ സോഷ്യൽ മീഡിയക്കാർക്കും യൂട്യൂബേഴ്സിനും എന്റെ എല്ലാ നന്ദി ഞാൻ അറിയിച്ചു കൊള്ളുന്നു. അത് ഒരാളോട് സ്പെഷ്യൽ താങ്ക്സ് പറയാൻ മറന്നുപോയി. അതായത് സീസൺ 5 ദിനസാർ PR പണി എടുത്ത് വിജയിപ്പിച്ച അഖിൽ മാരാറിനോട്. മാരാർ പറയുന്ന കേട്ടു, അതായത് റീ എൻട്രിക്ക് കയറിയ സമയത്ത് വിന്നറിനെ മോട്ടിവേറ്റ് ചെയ്യണമായിരുന്നു. പക്ഷെ ഞാൻ മോട്ടിവേറ്റ് അല്ലല്ലോ ചെയ്തത്. അതിന് പകരം ഞാൻ കപ്പ് വാങ്ങിച്ചു കൊടുത്തല്ലോ. വിനസാറും പിന്നെ വിന്നറിന്റെ ഫാൻസ് എല്ലാം കൂടിയാ പറയുന്നത്. അതറിഞ്ഞാൽ ഒത്തിരി സന്തോഷമുണ്ട്. എന്തായാലും വിന്നർക്ക് ഞാൻ കാരണം കപ്പ് കിട്ടിയല്ലോ. പിന്നെ അഖിൽ മാരാറിനോട്, മാരാറ് കൊട്ടിയാൽ മാക്രി അറിവായിരിക്കും, പക്ഷെ അഡ്വക്കേറ്റ് ശൈത്യ അറിയത്തില്ല. മാരാർ ഇരിക്കുന്ന തട്ട് താണേ ഇരിക്കത്തുള്ളൂ എന്ന് മാരാറിന്റെ ഫാൻസുകളൊക്കെ എപ്പോഴും പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷെ ഗെയിമർ തൊപ്പിയുടെ മുമ്പിൽ മാരാറിന്റെ തട്ട് എത്രത്തോളം താണെന്ന് നമ്മൾ എല്ലാവരും കണ്ടതാ. പിന്നെ ഉത്തരം മുട്ടുമ്പോൾ മാരാരെ പോലെ റഷ്യൻ വിപ്ലവം എടുത്തിടേണ്ട കാര്യം എനിക്കില്ല. നിലപാടുള്ളവർക്ക് ശത്രുക്കൾ ഉണ്ടാകത്തുള്ളൂ. ബാക്കിയുള്ളവരെ പ്രീതി പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് എനിക്ക് എന്റെ നിലപാട് മാറ്റാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പൊ ഇനി ഈ വീഡിയോസ് എല്ലാം റീപോസ്റ്റ് ഇട്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ 1 മില്യൺ എങ്കിലും വാങ്ങിച്ചു തരണം. എന്നെ ഭയങ്കര കുറച്ചുകൂടി വൈറലാക്കണമെന്ന് എല്ലാവരോടും ഞാൻ അഭ്യർത്ഥിക്കുന്നു. സോ ഇനി വരും ദിവസങ്ങളിൽ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ഞാൻ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ എന്തായാലും എന്നെ ഇത്രയും വൈറലാക്കി തന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു സോ മച്ച്. ഇതായിരുന്നു ശൈത്യയുടെ വാക്കുകൾ. ഇതിനോട് പ്രതികരിച്ചുകൊണ്ടാണ് ശൈത്യയുടെ പേരെടുത്ത് പറയാതെയാണ് അഖിൽ മാരാർ പ്രതികരിച്ചത്. ഹലോ, നമസ്കാരം. കുറച്ചു പേര് ആള് മാറിയിട്ടാണോ എന്നറിയത്തില്ല. എനിക്ക് 2 ദിവസമായിട്ട് ഉണ്ട കണ്ണും തള്ളിപ്പിടിച്ച് ഒരു പെൺകുട്ടിയും മാരാരെ പറ്റി പറയുന്ന ഒരു വീഡിയോ എനിക്കിങ്ങനെ അയച്ചു തന്നിട്ട് മറുപടി കൊടുക്കും മാരാരെ എന്ന് പറഞ്ഞിട്ട് 1000 മെസ്സേജുകളെങ്കിലും അല്ല എനിക്ക് 2 ദിവസമായി വന്നിട്ടുള്ളത്. അപ്പൊ എനിക്ക് തോന്നുന്നത്, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് ആള് മാറിയതാണ്. ഈ ഉണ്ടക്കണ്ണ് തള്ളിപ്പിടിച്ച് ഇങ്ങനെ അതെനിക്ക് തോന്നുന്നു എന്തോ കണ്ട് പേടിച്ചതാണെന്ന് തോന്നുന്നു കേട്ടോ. ഒന്നുകിൽ പ്രിയപ്പെട്ട ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ കിട്ടുന്നത് കണ്ട് സഹിക്കാൻ വയ്യാതെ പേടിച്ച സമയത്ത് ഉണ്ടായിട്ടുള്ള ഒരു എന്താ പറയാ, അന്തരാളങ്ങളുടെ ആഴങ്ങളിൽ നിന്നും വേർഗമിച്ച് പുറത്തേക്ക് വരുന്ന ബഹിസ്ഫുരണത്തിന്റെ അങ്ങേ തലക്കിൽ നിന്നും ഉതിരുന്ന ചില മറ്റേതുണ്ടല്ലോ, അത് ഉള്ളിൽ തട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ചുറ്റുമുള്ളതൊന്നും കാണാനും കേൾക്കാനും ഒന്നും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ സൃഷ്ടിക്കപ്പെട്ട ഒരു പാവം പെൺകുട്ടിയുടെ ഒരു വീഡിയോ ആണെന്ന് തോന്നുന്നു എനിക്ക് ആരൊക്കെ അയച്ചു തന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നത്, അപ്പൊ അതിൽ ഇങ്ങനെയാണ് അത് പറഞ്ഞു പോയേക്കുന്നത്, മാരാര് മാക്രികളെ പേടിപ്പിച്ചാൽ മതി എന്നൊക്കെയാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നത് നമ്മുടെ ഷക്കാല ഗോവിന്ദ മാരാർ, അദ്ദേഹം അറിയപ്പെടുന്ന സ്വാതിനാളിന്റെ സദസ്സിലൊക്കെ അറിയപ്പെടുന്ന സംഗീതജ്ഞനായിരുന്നു. അപ്പൊ ഇദ്ദേഹം അറിയാമല്ലോ, തവളരാഗം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അതായത് മനോഹരമായി രാപ്പാടി രാത്രിയിൽ പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഈ തവളകൾ കൂട്ടത്തോടെ കൂടി കരഞ്ഞിതാകെ അലമ്പാക്കും. അങ്ങനെ ഈ അന്നത്തെ ഷക്കാല ഗോവിന്ദ മാരാർ അദ്ദേഹം രാത്രികാലങ്ങളിൽ അദ്ദേഹത്തിന്റെ തമ്പുരു വിട്ടും, അദ്ദേഹത്തിന്റെ തമ്പുരു വലിയ പ്രശസ്തമാണ്. അദ്ദേഹത്തെക്കുറിച്ച് ത്യാഗരാജ സ്വാമികൾ എന്തരോ മഹാനുഭാവലു എന്ന് എഴുതുന്നതിന്റെ പിന്നിലും ഇദ്ദേഹത്തിന്റെ ഈ തമ്പുരുവിൽ 7 ഇതുള്ള തമ്പുരുവാണ്.
അപ്പൊ അതൊക്കെ വിട്ടുന്ന ത്യാഗം നമ്മുടെ ഇദ്ദേഹം രാത്രിയിൽ ഇങ്ങനെ സംഗീതത്തിൽ ആറാട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ മാക്രികൾ കരഞ്ഞു. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ദേഷ്യം വന്നു. 4-5 കല്ല് പറക്കി ഈ വയലിരുന്ന് കരഞ്ഞ മാക്രിയുടെ തലയ്ക്ക് ഇദ്ദേഹം ഒരു എറി കൊടുത്തു. അപ്പൊ ഇത് കണ്ടിട്ടായിരിക്കും ഈ ഇദ്ദേഹം തൃക്കാല ഗോവിന്ദമാരാർ മാക്രികളെ പേടിപ്പിച്ചാൽ മതിയെന്ന് ഈ ഉണ്ടക്കണ്ണം തള്ളിയിട്ടിട്ട് ഇയാളിങ്ങനെ പേടിച്ച് പറഞ്ഞത്. അപ്പം ഉണ്ടക്കണ്ണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്റെ പഴയ കാമുകിയുടെ കണ്ണ് നോക്കി ഇഷ്ടപ്പെട്ട ഒരാളാണ് ഞാൻ. അപ്പോൾ ഞാൻ അതിനെ ആക്ഷേപിച്ച് പറയാൻ നിങ്ങൾ ദൈവം വിചാരിക്കുന്നത്. ഞാൻ പക്ഷെ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ അതൊന്നെങ്കിൽ അതാവാം, അതല്ലെന്നുണ്ടെങ്കിൽ രാഷ്ട്രീയ വിരോധമാകാനാണ് ഒരു പക്ഷേ പ്രധാനപ്പെട്ട സാധ്യത. കാര്യം തിരുവനന്തപുരത്ത് BJPയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിന്റെ പേര് മാരാർജി ഭവൻ എന്നാണ്. അപ്പൊ എനിക്ക് തോന്നുന്നത് അവരോടുള്ള ഒരു വിരോധം കൊണ്ടാകാനും ഒരു നേരിയ സാധ്യത ഞാൻ കാണുന്നുണ്ട്. കാര്യം കേരളത്തിൽ ഒരു 90% വരുന്ന ഈ ഇടത് മതേതര അനുകൂലികളുടെ പിന്തുണ ഇതിലൂടെ നമുക്ക് ലഭിക്കും. അങ്ങനെ എനിക്ക് തോന്നുന്നത് ഒന്നുകിൽ ആ BJPയുടെ സ്ഥാപക നേതാവായ മാരാർ അദ്ദേഹം മാക്രികളെ പേടിപ്പിച്ചിരുന്നാൽ മതി, ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരെ ഒന്നും പേടിപ്പിക്കേണ്ട, അല്ലെങ്കിൽ ഞങ്ങൾ കോൺഗ്രസ്സുകാരെ ഒന്നും പേടിപ്പിക്കേണ്ട എന്ന ഒരു ധ്വനിയും ഒരു പക്ഷേ ഈ പെൺകുട്ടി അതിധീരയായ ഈ പെൺകുട്ടിയുടെ ശബ്ദത്തിലൂടെ ഉണ്ടായിട്ടുള്ളതാണ് ഞാൻ ഇതിൽ നിന്ന് വ്യാഖ്യാനിക്കുന്നത്. ഇതൊക്കെ എന്റെ വ്യാഖ്യാനം മാത്രമാണ്. പക്ഷെ എന്തായാലും ആ വീഡിയോ കാണുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു. പണ്ട് എനിക്ക് അതായത് 2010 സമയത്ത് ഈ ശരീരത്തിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ് ഈ പരു ഇങ്ങനെ വരും. ഈ പരു വന്നിട്ട് ഇത് പഴുത്ത് വലുതാവും, അത് പൊട്ടും. അപ്പൊ അത് പൊട്ടിക്കഴിയുന്നതിന് തൊട്ട് മുമ്പ് നമുക്ക് അനുഭവിക്കുന്ന ഒരു വല്ലാത്ത വേദനയുണ്ട്. അപ്പൊ ഈ കുരു പൊട്ടും എന്നൊക്കെ നമ്മൾ അതിനെ പറയും. അപ്പൊ അത് കാരണങ്ങൾ പലതാണ്. അപ്പൊ നമുക്ക് കൊളസ്ട്രോളിലേക്ക് ആകാൻ കാരണം. അപ്പം എന്തായാലും കുരു ഇങ്ങനെ പഴുത്ത് പൊട്ടിച്ച് കഴിയുമ്പോൾ ഒരു ആശ്വാസമുണ്ട്. സത്യമുണ്ട്. അവസാനം ഞാൻ തന്നെ സർജിക്കൽ ബ്ലേഡ് എടുത്ത് കീറി പൊട്ടിച്ചു. ആദ്യമേ ഞാൻ ഹോസ്പിറ്റലിൽ പോയി കീറികളായിരുന്നു. പിന്നെ വരുന്ന സമയത്ത് ഞാൻ സർജിക്കൽ ബ്ലേഡ് എടുത്ത് ഞാൻ കീറും. പക്ഷേ ഈ കുരു അങ്ങനെ പഴുത്ത് പൊട്ടി പോകുമ്പോൾ ഒരു ആശ്വാസമാണ്. അപ്പൊ അങ്ങനെ ഈ ഒരു വീഡിയോ ചെയ്തപ്പോഴത്തേക്ക് അങ്ങനെ ഒരു ആശ്വാസം ചിലപ്പോൾ അതിന് കിട്ടിക്കാണും. കാര്യം നമുക്കറിയാം പൈസ എന്ന് പറയുന്നത് ചെറിയ പൈസയൊന്നും അല്ലല്ലോ. 1.5 ലക്ഷം രൂപ കുരു പൊട്ടിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം വിഷമം വരും. കാര്യം 1.5 ലക്ഷം രൂപ കുരു പൊട്ടിക്കാൻ വേണ്ടി കൊടുത്തപ്പോൾ ആരോ അടിച്ചു പുറത്താക്കി വിട്ടു. അപ്പൊ അതിന്റെ ഒരു വിഷമമൊക്കെ സ്വാഭാവികമായിട്ടും വരും. പക്ഷേ ഈ തവളകളുടെ ഒരു പ്രത്യേകതയാണ്, ഈ തവളകൾക്ക് തവളകളെയും തിരിച്ചറിയാൻ പറ്റത്തില്ല, അപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാരെയും തിരിച്ചറിയാൻ പറ്റത്തില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഈ ഓപ്പോസിറ്റ് ഒരു ലോറിയൊക്കെ വരുന്ന സമയത്ത് ഈ റോഡിൽ ഇങ്ങനെ ഈ തവള ഒന്ന് പോയി നോക്കണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പെരുപ്പിച്ച് വയറൊക്കെ അങ്ങോട്ട് പെരുപ്പിച്ച് റോഡിലൊരു ഇപ്പം കൊണ്ടെത്തിച്ചു. എന്നിട്ട് ലോറിയെ നോക്കി പറയും, നീ എങ്കിലും ഒന്ന് പോയി നോക്കി. ഇതാണ് ഞാൻ എന്റെ സിനിമയിൽ ഒരു രസകരമായ ഒരു കഥ പറഞ്ഞിട്ടുണ്ട്. എല്ലാം ഈ മാക്രികളുടെ കാര്യം പറയുമ്പോൾ നമുക്ക് മാക്രികളുടെ കഥ പറയാമല്ലോ. ഒരു കുളത്തിൽ കുറെ അഹങ്കാരികളായിട്ടുള്ള തവളകൾ, അതുങ്ങൾ ആ കുളത്തിൽ ഒരു തുള്ളി വെള്ളം കൊടുക്കാൻ ഒരു മനുഷ്യനെ സമ്മതിച്ചിട്ടില്ല. ഈ തവളകൾ അഹങ്കാരം കാരണം സത്യം പറഞ്ഞാൽ ആ പരിസരത്തോട്ട് ഒരു മനുഷ്യനെ അങ്ങോട്ട് വരാറില്ല, ഒരു ജീവികളും വരാറില്ല. ഒരു തുള്ളി വെള്ളം ചോദിച്ചാൽ ഇവന്മാർ ചീത്ത വിളിക്കും, തേറി വിളിക്കും, പാച്ചക്കാക്ഷേപമാണ്. അങ്ങനെ ദാഹിച്ച് പറഞ്ഞ ഒരു ആന ഈ വഴി വന്നിട്ട് പറഞ്ഞ ചേട്ടന്മാരെ എനിക്ക് ഇച്ചിരി വെള്ളം തരണം. തവളയ്ക്കെങ്ങാനും ആനയെ വരാൻ നോട്ടുണ്ട്. ആന ആര് തവളയുടെ മുന്നിൽ എന്നുള്ള രീതിയിലാണല്ലോ ഇവരുടെ ഒരു ഭാവം അങ്ങനെയാണല്ലോ. അങ്ങനെ തവളകളെല്ലാം കൂടെ മാരത്തേറി ആന എന്തൊക്കെ തവളയ്ക്ക് ഒന്നും വേണ്ട, ഇനി വിളിക്കാനുള്ള ആൾക്കാരെ മൊത്തവും ഈ തവളകളെല്ലാം കൂടെ വിളിച്ചു. ഈ ആനയ്ക്ക് അവസാനം ഭ്രാന്തെടുത്തിട്ട് ഈ ആന എഴുതി കുളത്തിൽ ചാടിയപ്പോൾ ഈ തവളകളെല്ലാം കൂടെ തെറിച്ച് തെക്കുവടക്ക് പോയി. ഇതിൽ ഏതോ ഒരുത്തൻ ഇവരുടെ കൂട്ടത്തിലുള്ള നേതാവ് ഇവൻ തീർച്ചിട്ട് ഈ ആനയുടെ തലയിൽ വന്നിരിക്കുന്നു. ആനയുടെ മസ്തകത്തിൽ വന്നിരിക്കുന്നത്. ഈ ആനയുടെ മസ്തകത്തിൽ ഇരുന്ന തവളയെ നോക്കിയിട്ട് താഴെ കിടന്ന തവളയുടെ കൂട്ടുകാരൻ വിളിച്ചു പറഞ്ഞു, ചവിട്ടി താക്കടാ നായിന്റെ മോനെ പാതാളത്തിലായിരുന്നു. അപ്പൊ ഇതാണ് ഇവരുടെ ഒരു മനോഭാവം. അപ്പൊ ആരെയാണ് ചവിട്ടി താക്കാൻ നോക്കുന്നതെന്നും തിരിച്ചറിവില്ല, ഓപ്പോസിറ്റ് വരുന്ന ലോറിയാണെന്നും ബോധമില്ല. ഇതിങ്ങനെ അങ്ങ് പെരുപ്പിക്കും. അതുകൊണ്ട് തന്നെ പഴയ സഞ്ജയന്റെ പുസ്തകങ്ങളിൽ ഒരു വാക്കുണ്ട്, പൂവമണ്ടൂകം. പൊട്ടക്കണത്തിലെ തവളാന്ന് നമ്മൾ പറയും. നമ്മൾ എന്തുകൊണ്ടാണ് പൊട്ടക്കണത്തിലെ ഓന്തെന്ന് പറയാത്തത്, അല്ലെങ്കിൽ പൊട്ടക്കണത്തിലെ കരടി എന്ന് പറയാത്തത്? പൊട്ടക്കണത്തിൽ പൊട്ടക്കണത്തിൽ ക്ഷമിക്കണം, കരടി ഉണ്ട്, അവരെ നോട്ട് ക്ഷമിക്കണം, എനിക്ക് തെറ്റ് പറ്റി പോയതാണ്. അപ്പം മുതലാന്നും പറഞ്ഞിട്ടില്ല, ഒരു ജലജീവികളെ പറ്റി പറയാതെ തവളാന്ന് എന്തിനാ പറഞ്ഞത്? അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. അതായത് ഈ കുളത്തിന്റെ ഒരു സൈഡിൽ നിന്നിട്ട് അപ്പുറത്തോട്ട് ചാടും. അത് ക്ഷമിക്കണം, നമ്മുടെ ഇതിന്റെ ഈ കിണറിന്റെ ഒരു സൈഡിൽ നിന്നിട്ട് ഇത് അപ്പുറത്തോട്ട് ചാടും. എന്തിനാ ചാടുന്നറിയോ? ആരോ ഒരാൾ പറഞ്ഞാൽ തവളെ ഈ കടലിൽ കണ്ടിട്ടുണ്ടോ ഇരിക്കും. അപ്പൊ കടൽ ഇവർ കണ്ടിട്ടില്ല. അപ്പൊ ഇവരുടെ ഒരു ധാരണ ഈ നമ്മുടെ കിണറിന്റെ ഉള്ളിൽ ഒരു സൈഡിൽ അടുത്ത സൈഡിൽ ചാടിയിട്ട് ഒറ്റ ചോദ്യമാണ്, ഇത്രയും ഉണ്ടോടാ നിന്റെ കടല്? ഉണ്ടോ? ഇത്രയും ഉണ്ടോ നിന്റെ കടല്? കാര്യം ഇവൻ ഈ കിണറ്റിന് പുറത്തേക്കുള്ള ലോകം അറിയത്തില്ല. കടൽ എത്ര വലുതാണെന്ന് ഇവർ ചിന്തിക്കാനുള്ള ശേഷിയുമില്ല. അപ്പുറത്തുള്ള ആൾക്കാരെ കുറിച്ചും കാണാത്തതിനെ കുറിച്ചും മനസ്സിലാക്കാൻ ബോധമില്ലാത്ത മനുഷ്യരുണ്ട്. അവരുടെയൊക്കെ ജീവിതത്തിൽ അവർ വിജയിക്കട്ടെ. വിജയിച്ചില്ലെന്നുണ്ടെങ്കിൽ പൊട്ടി പൊട്ടി കരഞ്ഞ് ജീവിതം എന്തെങ്കിലും വിജയിക്കുന്നത് വരെ ഓടിക്കൊണ്ടേയിരിക്കട്ടെ, ജീവിക്കാനുള്ള പ്രചോദനങ്ങളായി മാറട്ടെ. അപ്പൊ എന്തായാലും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, തെറ്റിദ്ധരിച്ച് മറ്റുള്ളവരെ പറ്റി പറഞ്ഞ വീഡിയോ എനിക്ക് അയച്ചു തരുന്നേ. അഖിൽ മാത്രമല്ല മാരാറായിട്ടുള്ളത്. അപ്പം ദയവ് ചെയ്ത് ഓക്കെ. അയ്യോ എന്താ പറഞ്ഞത്? ശരി. തന്നെ വിമർശിച്ച ശൈത്യയെ അധിക്ഷേപിച്ചുകൊണ്ടാണ് അഖിൽ മാരാറിന്റെ മറുപടി. പേര് പരാമർശിക്കാതെയാണ് അഖിൽ ഈ ഒരു വീഡിയോയിൽ അധിക്ഷേപ പരാമർശങ്ങൾ നടത്തുന്നത്. ശൈത്യ വീഡിയോയിൽ പറയുന്ന മാരാർ താനല്ല എന്നും അഖിൽ പരിഹാസ രൂപേണ പറഞ്ഞു. എന്തായാലും ബിഗ് ബോസ് സീസൺ 7 അവസാനിച്ചെങ്കിലും വിജയായിട്ടുള്ള അനുമോളെ ചൊല്ലിയും മറ്റ് മത്സരാർത്ഥികളെ ചൊല്ലിയുമറ്റുള്ള തർക്കങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ എപ്പോഴും തുടരുക തന്നെയാണ്. അനുമോൾ വലിയ തുക PR-ന് നൽകിയാണ് വിജയിച്ചതെന്നുള്ള ആരോപണങ്ങൾ ഒരു വശത്ത് നിൽക്കുമ്പോൾ സഹ മത്സരാർത്ഥികളും ഇത് ഏറ്റുപിടിച്ച് നടക്കുകയാണ്. അതിന്റെ ഭാഗമാണ് ബിഗ് ബോസ് വിന്നറായിട്ടുള്ള അനുമോൾക്കെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനമായിട്ട് ശൈത്യ സന്തോഷും RJ ബിൻസിയും ഒക്കെ നടത്തുന്നത്. എന്തായാലും ശൈത്യക്കെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനവുമായിട്ട് തന്നെയാണ് അഖിൽ മാരാർ രംഗത്ത് വന്നത്. ശൈത്യയെ വ്യക്തിപരമായിട്ട് അധിക്ഷേപിച്ചാണ് മാരാർ ഫേസ്ബുക്കിൽ വീഡിയോ പങ്കുവച്ചത്. എന്നാൽ ശൈത്യയെ പിന്തുണച്ചും അഖിൽ മാരാരെ രൂക്ഷമായിട്ട് വിമർശിച്ചും കൊണ്ട് ബിഗ് ബോസിലെ ശൈത്യയുടെ സഹ മത്സരാർത്ഥിയായിട്ടുള്ള ഷാരികയും രംഗത്ത് വന്നു. ഹായ്, ഹലോ, നമസ്കാരം. ഏവർക്കും എന്റെ ചാനലിലേക്കും എന്റെ വീഡിയോയിലേക്കും വീണ്ടും സ്വാഗതം. ചിലവരുടെ ബഹളം കാണുമ്പോൾ, ചിലവരുടെ ഈ ഒരു ഓവർ കോൺഫിഡൻസും ഞാനെന്ന ഭാവവും കാണുമ്പോൾ നമുക്ക് പ്രതികരിക്കാതിരിക്കാനാവില്ല.
പറഞ്ഞു വരുന്നത് നമ്മുടെ അഖിലിനെ കുറിച്ചാണ്. അല്ല, അഖിൽ എന്ന് പറഞ്ഞാൽ എനിക്ക് അറിയുമെന്ന് എനിക്കറിയില്ല കേട്ടോ. അഖിൽ മോരാ. അദ്ദേഹം ആരാണെന്നാണ് അദ്ദേഹത്തിന്റെ വിചാരം. ആക്ച്വലി ഇത് ലൈവാണ് സത്യം, എനിക്ക് ചിരി വരാറുണ്ട്. നേരത്തെ ഞാൻ ബഹുമാനത്തോടെ കണ്ടിരുന്ന ഒരു മനുഷ്യനായിട്ടോ, എനിക്കിപ്പോൾ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞ ചിരിയാണ് വരുന്നത്. ഇപ്പോൾ ശൈത്യ സന്തോഷിനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നുണ്ട്. അതായത് അവർ BBC7 ഒരു കണ്ടസ്റ്റന്റ് ആണ്. അവർ കട്ടപ്പ എന്ന് പറഞ്ഞ ഒരു പേരിട്ട് അവരെ ആൾക്കാർ വിളിക്കുന്നു. എനിക്കിപ്പോഴും ജനങ്ങളോട് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. പിന്നെ അഖിലിനെ അറിയാമെങ്കിൽ അഖിലും കൂടെ പറഞ്ഞു തരണേ. എന്തിനായിരിക്കും അവരെ നിങ്ങൾ കട്ടപ്പ എന്ന് വിളിക്കുന്നത്? നിങ്ങൾ അകത്തുള്ള കണ്ടസ്റ്റൻസിനും പുറത്തുള്ള കണ്ടസ്റ്റൻസിനും അറിയത്തില്ല എന്തുകൊണ്ടാണ് ശൈത്യ സന്തോഷിനെ ഇന്നും കട്ടപ്പ എന്ന് വിളിക്കുന്നത്. അനുമോൾക്കെതിരെ പ്രവർത്തിച്ചു എന്നാണ് പറയുന്നത്. അനുമോൾക്കെതിരെ എന്താണ് പ്രവർത്തിച്ചത് ഇന്നും അനുമോൾ തുറന്നിട്ടില്ല. BBC7 എന്ന ആ ഒരു സീസൺ അവസാനിച്ചു. PR കൊണ്ടോ അല്ലാതെയോ പകുതി കളിച്ചിട്ടോ എങ്ങനെയോ അനുമോൾക്ക് കപ്പ് കിട്ടി. അത് ജനങ്ങൾ അംഗീകരിച്ചു. അനുമോളുടെ ഷോസും അനുമോളുടെ ഉദ്ഘാടനങ്ങളൊക്കെ അനുമോൾ മുന്നോട്ട് പോകുന്നു. തനിക്ക് PR കൊണ്ടല്ല കിട്ടിയതെന്ന രീതിയിൽ വെളുപ്പിക്കാൻ പലയിടത്തും പല ശ്രമങ്ങൾ നടത്തുന്നു. അതൊക്കെ അനുമോളുടെ ഇഷ്ടം. അനുമോൾ എന്താണെന്ന് വെച്ചാൽ കാണിച്ചോട്ടെ. കപ്പ് എന്തായാലും അനുമോൾക്ക് കിട്ടി. ദാറ്റ് ഇസ് റിയാലിറ്റി അല്ലേ. സെക്കൻഡ് റണ്ണറപ്പും ഫസ്റ്റ് റണ്ണറപ്പും തേർഡ് റണ്ണറപ്പും ഒക്കെ അവരുടേതായ തിരക്കുകളാൽ മുഴുകിക്കൊണ്ടിരിക്കുന്നു. മറ്റു കണ്ടസ്റ്റൻസ് അവരുടെ ജോലികളിൽ മുഴുകുന്നു. അത് കഴിഞ്ഞു. ആ ഒരു മിനിമം ബോധമെങ്കിലും കാണിച്ചുകൂടെ ആക്കില്ലേ നിങ്ങൾക്ക്? പിന്നെ ഒരാളെ പുറകെ നടന്ന് ആക്രമിച്ചാൽ, അതും തന്റെ സീസണിൽ അല്ലാത്ത ഒരാൾ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ആക്രമിച്ചാൽ സ്വാഭാവികമായിട്ടും അവർ പ്രതികരിച്ചു. അത് തന്നെ ശൈത്യം ചെയ്തുള്ളൂ. ബാക്കില് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. ഞങ്ങൾ BBC7 പങ്കെടുത്ത മത്സരാർത്ഥികൾ പരസ്പരം പോരടിക്കുന്നതും കുത്തി പറയുന്നതും ചൊറിയുന്നതും ഒക്കെ സ്വാഭാവികം. 2 വർഷം മുമ്പ് നടന്ന സീസണിലെ മത്സരാർത്ഥിയായ അഖിൽ മാരാർക്ക് ഇതിൽ എന്താണ് കാര്യമെന്ന് ചോദിച്ചാൽ എനിക്കറിഞ്ഞൂടാ. പിന്നെ അയാളുടെ സ്റ്റാൻഡേർഡ്, അയാളോട് കുറച്ചൊക്കെ ബഹുമാനം ഉണ്ടായിരുന്ന വ്യക്തിയാണ് ഞാൻ. പക്ഷെ ഇപ്പൊ വന്ന് ലൈവിൽ ഇരിക്കുന്നത് അന്തയ്ക്കും തളയ്ക്കും വിളിക്കാൻ വേണ്ടി മാത്രമാണെന്ന് തോന്നിപ്പോകും അഖിൽമാരെ. കാരണം ഷാനവാസൊക്കെ എത്രയോ ഭേദം. അയാളുടെ ഗെയിമിന്റെ ഭാഗമായിട്ട് ആൾക്ക് മത്സരാർത്ഥികൾ അപ്പനും അമ്മയ്ക്കൊക്കെ വിളിച്ചിട്ടുണ്ട്. പക്ഷെ ലാലേട്ടൻ വാങ്ങിച്ചത് പുള്ളിയെ നിർത്തി. ഇതിപ്പോ അഖിൽമാരാർ അത് ഏറ്റെടുത്തിരിക്കുവാന്ന് എനിക്ക് തോന്നുന്നത്. കാരണം എന്തൊക്കെയാണ് അയാൾ പറയുന്നത്? നിന്റെ അമ്മയുടെ കൂടെ നടക്കുന്ന നിന്റെ അച്ഛനാണെന്ന് നിനക്ക് തിരിച്ചറിയാൻ പറ്റുമോടെ എന്നൊക്കെയാണ് അഖിൽമാരാർ ചോദിക്കുന്നത്. ഉളുപ്പുണ്ടോടോ നിങ്ങൾക്ക് കുറച്ചെങ്കിലും? അല്ല, ഇപ്പം ഇയാൾ വേറെയും കുറെ സ്വന്തമായിട്ട് ഇരുന്ന് പൊങ്ങുന്ന കേൾക്കാം. എന്നോട് ആൾക്കാർ പറഞ്ഞു ശൈത്യ സന്തോഷിന് അല്ലെങ്കിൽ മാക്രികൾക്ക് മറുപടി കൊടുക്കണമെന്നത്രേ. മാക്രികൾക്ക് മറുപടി കൊടുക്കാൻ നിങ്ങളാരാ? നിങ്ങൾ സുവോളജിയാണ് ഡിഗ്രിക്ക് പഠിച്ചത്. മാക്രിയുടെ അനാട്ടമിയൊക്കെ എന്ന് പറയുന്നതായിട്ടോട് ചോദിച്ചാൽ കേട്ടോ. അതായത് മറുപടി കൊടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ അതിനകത്ത് സ്വയം പൊങ്ങിത്തരം കുറെ പറയുന്നത്. എന്നോട് ആയിരക്കണക്കിന് ആൾക്കാർ എന്നോട് പറഞ്ഞത്രേ, താൻ ആരുവാ? വല്ല പൊളിറ്റീഷ്യനാണോ? അതോ MLA യോ? അതോ MP യോ? ആൾക്കാർ മറ്റേ ഈ റോഡ് പണി നടത്തി തരണം സാർ, പാലം പണി നടത്തി തരണം സാർ, ഞങ്ങളുടെ ഗ്രാമത്തിൽ വഴിയില്ല സാർ എന്ന് പറഞ്ഞ നിവേദനം തരാൻ. എന്തായാലും നിരവധി പേര് ശാരികയുടെ ഈ ഒരു വീഡിയോ പിന്തുണച്ചും വിമർശിച്ചും രംഗത്ത് വരും. അതുപോലെ തന്നെ അഖിൽ മാരാരെ പിന്തുണച്ചും വിമർശിക്കുന്നവരും ആളുകളുണ്ട്. എന്തായാലും ശൈത്യാണ് ഈ പ്രശ്നം ആദ്യം തുടങ്ങി വെച്ചതെന്നും ചിലർ പറയുന്നുണ്ട്.